രണ്ട് മൂന്ന് പിതാക്കളുടെ കഥ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. സൂറത്തു അൽ ബഖറയുടെ 130 മുതലുള്ള വാക്യങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും യാക്കൂബ് നബിയെയും പരിചയപ്പെടുത്തുന്നു. അവരുടെ പലവിധ പോരിശകളും പ്രത്യേകതകളും ഖുർആനിലുണ്ട്. പക്ഷെ ഞാൻ ഈ ഉദ്ധരിച്ച ഭാഗത്ത് അവരും അവരുടെ മക്കളും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളരെ മനോഹരമായ ചില നിമിഷങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും മക്കളോട് ഉപദേശിച്ചൊരു കാര്യം. അങ്ങനെ പോന്ന് അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബ് അൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഇദ് ഖാല ലിബനീഹി യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് നബി മക്കളെ വിളിച്ചിട്ട് പറയാണ്. ഇബ്രാഹിം നബിയും അത് മക്കളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ അതിന്റെ മുന്നേ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് യാക്കൂബ് നബി മക്കളോട് പറയുന്നത്? യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ, അല്ലാഹു നിങ്ങൾക്ക് ദീനിനെ മതമായി തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഇനി മുസ്ലിങ്ങളായിട്ട് വേണം മരണപ്പെടാൻ. നമ്മൾ മുസ്ലിമായി ജനിച്ചു, മുസ്ലിമായി വളർന്നു, പലപ്പോഴും മദ്രസയിലൊക്കെ പഠിക്കാൻ പോയി, കോളേജിലൊക്കെ പഠിച്ചു. പക്ഷെ മരിക്കുന്ന സമയത്ത് ഈമാൻ ഇല്ലാതെ പോയാൽ നിങ്ങളുടെ ജീവിതം വ്യർത്ഥം. അതുകൊണ്ട് ഒരു ഗുണവും കിട്ടൂല. അതുകൊണ്ട് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടേ ഇനി മരിക്കാവൂ. നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിന്റെ മഹത്വം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം, ശ്രേഷ്ഠത പറഞ്ഞു പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും മതത്തിന്റെ ശീലുകൾ എന്താണെന്നും അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്നും വ്യതിചലിച്ചാലുള്ള ദോഷങ്ങളും പ്രശ്നങ്ങളും എന്താണെന്നും പിതാക്കളും മാതാക്കളും രക്ഷിതാക്കളുമാകുന്ന ഓരോരുത്തരും ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. അത് ബാധ്യതയാണ്. എങ്കിലാണ് ദീൻ ഖിയാമത്ത് നാൾ വരെ വൃത്തിയായി നിലനിന്നു പോകുള്ളൂ. ഇനി നബി വരില്ലെന്നത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി നബി വരില്ലെന്ന് നമുക്കൊക്കെ ബോധമുണ്ട്. പിന്നെ എങ്ങനെ ഖിയാമത്ത് നാൾ വരെ മതം നിലനിൽക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും അതിന്റെ പ്രചാരകരായി മാറണം, പ്രബോധകരായി മാറണം. നമ്മുടേതായ മേഖലകളിൽ പരിശുദ്ധ ദീനിനെ ജീവിച്ചുകൊണ്ടോ കൽപ്പിച്ചുകൊണ്ടോ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ തോറ്റുവരുത് നമ്മൾ. മക്കളുടെ മുമ്പിൽ തലകുനിച്ചു പോകരുത് നമ്മൾ. സമൂഹത്തിൽ ഒരിക്കലും ദീനി വിഷയത്തിൽ നമുക്ക് യാതൊരു ചാഞ്ചല്യവും സംഭവിക്കരുത്. അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, അള്ളാഹു നിങ്ങൾക്ക് ദീനിനെ മതമായി ഇസ്ലാമിനെ തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വിശാലമായൊരു ഹദീസിൽ കാണാം, ചില ആളുകൾ ദീനിൽ ജനിക്കും, ദീനിൽ വളരും, വളർന്ന് ദീനിലൂടെ പോയി ഏകദേശം അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു മുഴം മാത്രം ശേഷിക്കെ ദീനി വിരുദ്ധമായ മതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വല്ല കർമ്മങ്ങളും അവൻ പ്രവർത്തിക്കും. അങ്ങനെ നരകത്തിലേക്ക് ചെന്നു പതിക്കും. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. ഇസ്ലാമിൽ വളർന്നു, ഇസ്ലാമിൽ ജീവിച്ചു. പക്ഷേ ഇസ്ലാമുമായി ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതോ ഒരു സാഹചര്യത്തിൽ അവന് ദീനിനോട് വിരക്തി വന്നു. നമ്മുടെ മക്കളെ പോലെ, പെൺകുട്ടികളൊക്കെ പോലെ അവര് കരുതുന്ന ആർഭാടത്തിന് മതം തടസ്സമാണെങ്കിൽ ആ മതം ആർക്ക് വേണമെന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കല്യാണം വേണ്ടെന്ന് തീരുമാനിക്കുകയാണ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സാന്നിധ്യം ഉണ്ടായിട്ടും അതിവിദഗ്ധമായി അവരിഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരെ നട്ടപ്പാതിരക്ക് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്താണ്. എല്ലാ ആഘോഷങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് അകലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റയിൽ പരിചയപ്പെടുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരന് വേണ്ടി ദീർഘയാത്ര ചെയ്യാണ്. പെണ്ണിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ആണുങ്ങളും നൈമിഷികമായ ആനന്ദം കൊണ്ട് ജീവിതം തീർന്നു എന്നവർ തെറ്റിദ്ധരിക്കുകയാണ്. കല്യാണം വേണ്ടെന്ന് പല പെൺകുട്ടികളും തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നു. ഈയിടെ നടന്ന ഒരു റിപ്പോർട്ട് പ്രകാരം 10 വർഷമാകുമ്പോഴേക്ക് അവരുടെ എണ്ണം വർദ്ധിച്ചു വരുമെന്നും ആണുങ്ങൾക്ക് ഔദ്യോഗികമായി കല്യാണം കഴിക്കാൻ സാധിക്കാത്ത വിധം നമ്മുടെ കേരളം മരവിച്ചു പോകുമെന്നുമാണ്. കല്യാണം വേണ്ട, എന്തേ പ്രശ്നം? കല്യാണം കഴിച്ചാൽ അടിമയായി പോകുന്നതാണ്. എന്താ അടിമ? ഭർത്താവിനോടൊപ്പം സഹകരിച്ച് ജീവിക്കേണ്ടി വരും. നട്ടപ്പാതിരക്കും ഏത് സമയത്തും അസമയത്തും ഇറങ്ങിപ്പോകാൻ കഴിയില്ല. ഭർത്താവിനോടൊന്ന് പറയേണ്ടി വരും. കയറി വരാൻ കഴിയില്ല. പലരുമായി കൂത്താടാൻ പറ്റൂല. ആടാനും പാടാനും കഴിയാതെ വരും. അപ്പൊ അത് അടിമത്വം. ഭർത്താവിന് ചായ ഇട്ട് കൊടുത്താൽ ദാസിപ്പണി. പിന്നെ എന്ത് വേണം? ഏതെങ്കിലും ഓഫീസിൽ ജീവനക്കാരിയാവണം. അവിടെയുള്ള സർവ്വ മനുഷ്യർക്കും ചായ കൊടുക്കണം. മാനേജർക്ക് ചായ കൊണ്ടുപോയി കൊടുക്കണം. അയാൾ കുടിച്ച ഗ്ലാസും പാത്രവും കഴുകി വെക്കണം. പഴത്തിൽ കൊണ്ടുപോയി വേസ്റ്റ് ബക്കറ്റിൽ നിക്ഷേപിക്കണം. അതൊന്നും അടിമത്തല്ല, സ്വാതന്ത്ര്യം മാത്രം. അതൊന്നും അടിമത്തല്ല, പുരോഗമനം മാത്രം. എന്നിട്ട് പണം സ്വരവ് കൂട്ടി അടിച്ചു പൊളിച്ച് ജീവിക്കുക. കല്യാണമായി കഴിഞ്ഞാൽ അതൊരു ബാധ്യതയാണെന്നാണ്, ബന്ധനാണ്. ഡോക്ടർ മാറ്റുവല്ലൂരിന്റെ വിവാഹ സംബന്ധിയായ പുസ്തകത്തിന്റെ പേര് പോലും വിവാഹം, ബന്ധം, ബന്ധനം എന്നാണ്. പിന്നെ അവരുടെ ലൈംഗിക താല്പര്യങ്ങളോ അതിനിഷ്ടം പോലെ മാർഗങ്ങൾ ഉണ്ടാവുന്ന അവർ നിശ്ചയിക്കുന്നു. പ്രധാനമായും ലിവിങ് ടുഗദർ. കുറെ കാലം ഏതെങ്കിലും ചെറുപ്പക്കാരനോടൊപ്പം ജീവിക്കുക, അത് കഴിഞ്ഞ് വേണ്ടെന്ന് വെക്കുക. രണ്ടുപേരും വേറെ ഓരോരുത്തരെ കണ്ടുപിടിക്കുക. മാസങ്ങളാകാം, ആഴ്ചകളാവാം, ദിവസങ്ങളാവാം.
ഇഷ്ടം പോലെ തോന്നിവാസവും ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരാലോചിക്കണം, ആരൊക്കെയോ പറഞ്ഞു പറ്റിച്ചു പോയതാണ്. ഫെമിനിസം എന്ന് പറയുന്ന ആദർശം ഉണ്ടായിരുന്നു നമ്മുടെ നാടുകളിൽ. അവർ പറഞ്ഞത് പുരുഷ വിരോധമായിരുന്നു. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു, അതിന് പരിഹാരം വേണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ അതിന് പരിഹാരത്തിന് ഏറ്റവും മുന്നിൽ സമരം ചെയ്യുന്നത് പരിശുദ്ധ ഇസ്ലാമായിരിക്കും. കൊന്നു കുഴിച്ചു മൂടിയുന്നൊരു കാലം ഉണ്ടായിരുന്നു. കൊല്ലുന്നതിന് മുമ്പ് പച്ചക്ക് കുഴിച്ചു മൂടുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ ചില ഗോത്രവർഗക്കാർ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹസിൽ അവിടുന്ന് ഒരു കുട്ടിയെ ചുംബിക്കണത് കണ്ടപ്പോ, മക്കളെ ചുംബിക്കാവോ, എനിക്ക് 9 പേരുണ്ടായി, ഒരാളെയും ഞാൻ ചുംബിച്ചില്ലെന്ന് പറയുന്ന ഒരു സഹാബി വര്യനുണ്ട്, ദിഹിയത്തുൽ കൽബി. എല്ലാം പെൺകുട്ടികളായിരുന്നു, യാദർച്ഛികമാം. ഓരോരുത്തരെയും ഞാൻ കൊന്നു കളഞ്ഞു എന്ന് പറഞ്ഞു മഹാൻ. ഇസ്ലാമിലേക്ക് വന്നാൽ എല്ലാം പൊരുത്തപ്പെടുമെന്നായിരുന്നു അവിടുത്തെ ചോദ്യത്തിന്റെ താല്പര്യം. അദ്ദേഹം ഒരു കഥ പറഞ്ഞു. അവസാനം എൻ്റെ ഭാര്യ 9ാമതും പ്രസവിച്ചു. എൻ്റെ ഭാര്യ എന്നോട് കെഞ്ചി പറഞ്ഞു, 9 പേരെ പെറ്റിട്ടും ഒരാളെയും നോക്കി വളർത്താൻ പറ്റാത്തയാളാണ് ഞാൻ. ഒരു കുഞ്ഞിൻ്റെയും ഓട്ടവും ചാട്ടവും കാണാൻ പറ്റാത്ത ഹതഭാഗ്യയാണ് ഞാൻ. ഒരു കുഞ്ഞിൻ്റെയും നാവിൽ നിന്ന് ഉമ്മ എന്നുള്ള വിളി കേൾക്കാനുള്ള സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല. ഈ കുഞ്ഞിനെങ്കിലും വളർത്താൻ എന്നെ സമ്മതിക്കണം, വളരെ രഹസ്യമായി ഞാൻ വളർത്തിക്കൊള്ളാം. അത് ന്യായമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ സമ്മതം കൊടുത്തു. കുട്ടി വലുതായി വന്നു. പൊട്ടിച്ചിരിയും കരച്ചിലും പുറത്ത് കേൾക്കാൻ തുടങ്ങി. തടസ്സങ്ങൾ മറികടന്ന കുട്ടി മുറ്റത്തിലൂടെ ഓടിക്കളിക്കാൻ തുടങ്ങി. അതോടുകൂടെ വീട്ടിൽ ഒരു പെൺകുഞ്ഞു വളരുന്നുവെന്ന് ആ ഗോത്രത്തിലെ പല ആളുകളും മനസ്സിലാക്കി. ദിഹത്തുൽ കൽബി അങ്ങാടിയിലൂടെ പോകുമ്പോൾ അവരിങ്ങനെ ചൂണ്ടി പറയാൻ തുടങ്ങി, പെൺകുഞ്ഞിനെ വളർത്തുന്നു എന്ന്. അപമാനം കൊണ്ട് എൻ്റെ തല താഴ്ന്നു. ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്കൊരു സൽക്കാരുണ്ട്, ഒരു സദ്യ ഉണ്ട്, മോളെ കുളിപ്പിച്ചൊരുക്കി തരണം, ഞങ്ങൾ പോയി സദ്യ കഴിച്ചു വരാം. സന്തോഷത്തോടു കൂടെ ഉമ്മ നൽകിയിട്ട് എൻ്റെ മോളെ ഒരുക്കി എൻ്റെ ഭാര്യ എൻ്റെ കയ്യിൽ തന്നു. ഞാനങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു. കരുതി വെച്ച പൊട്ടക്കിണറിന്റെ പരിസരത്തിൽ എൻ്റെ മോളെ വാരി ഞാൻ ആ കിണറിലേക്ക് എറിഞ്ഞു. ആ ഏറുകൊണ്ട് എൻ്റെ കുട്ടി മരിച്ചോ ഇല്ല, എന്നെ ഉപ്പാന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു. കുട്ടി മരിച്ചില്ലെന്ന് ബോധ്യമായപ്പോ അപ്പുറത്തുള്ള ഒരു പാറ ഞാൻ ഉരുട്ടി കൊണ്ടുവന്ന് എൻ്റെ മോളുടെ തലയിലേക്ക് തള്ളിയിട്ടു. റസൂലേ, താൻ റസൂൽ വല്ലാതെ കരഞ്ഞു, സങ്കടപ്പെട്ടു, ഗദ്ഗദകണ്ഠനായി. അവിടുത്തെ കണ്ണു ചുമന്നു. വിഷമം കൊണ്ട് ശരീരമാകെ വിറച്ചു. സഹാബാക്കിറാം ആ സഹാബി വര്യനോട്, അള്ളാഹിന്റെ റസൂലിനെ വല്ലാതെ വിഷമിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് ആക്ഷേപം തുടങ്ങി. ഇത്രമേൽ മൃഗീയമായി പെണ്ണുങ്ങളെ, സ്ത്രീകളെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് ജീവിക്കാനുള്ള പരമമായ അവകാശം നേടിക്കൊടുത്തത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എങ്ങനെയാണ് മോളെ പോറ്റേണ്ടതെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. നിങ്ങൾക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് സാധനം ഓഹരി വെക്കുമ്പോൾ മൂത്ത വിഹിതം പെൺകുട്ടിക്ക് നൽകണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു. സൃഷ്ടിപരമായ അവൾ അബലയാണ്. അതുകൊണ്ട് മൂത്ത വിഹിതം പെൺകുട്ടിക്ക് കൊടുക്കണം. ആൺകുട്ടികളും പുരുഷന്മാരും കഴിച്ചു തീർന്നിട്ട് വല്ലതും ബാക്കിയുണ്ടെങ്കിൽ വീടകങ്ങളിലെ സ്ത്രീകൾ കഴിക്കണം, പെൺകുട്ടി കഴിക്കണം എന്നല്ല, അവർക്ക് മൂത്ത ഓഹരി കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രഖ്യാപനത്തിനപ്പുറം എങ്ങനെയാണ് പെൺകുട്ടിയെ വളർത്തേണ്ടത് എന്ന് അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്നു. തൻ്റെ ഓരോ പെൺമക്കളോടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും റുഖിയ ബീവിയുടെയും അടുത്തേക്ക് ഒരു കാര്യത്തിന് വേണ്ടി ഒരു ശിഷ്യനെ പറഞ്ഞേക്കുണ്ട് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. കരുതിയ സമയത്തിലേറെ വൈകിയ ശിഷ്യൻ വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എന്തേ നിനക്ക് നേരം വൈകി എന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ എന്ന്. ആ ശിഷ്യൻ അങ്ങനെ തന്നെ ഒരു കൗതുകം തോന്നി, എന്നാ പറഞ്ഞു തരൂ. അന്ന് ആണും പെണ്ണും കാണാൻ പാടില്ലെന്ന് മസ്അല ഇറങ്ങാത്ത, സൂറത്തു അൽ അഹ്സാബിന്റെ 33-ാമത്തെ വചനം ഇറങ്ങാത്ത കാലാണ്. അന്ന് ആണും പെണ്ണും കാണുന്നതിന് വിരോധമല്ലായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ മോൾ റുഖിയമ്മുവിന്റെയും പ്രിയപ്പെട്ട ഭർത്താവ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും സൗന്ദര്യം കണ്ട് മതിമറന്ന് നിന്നുപോയി എന്നാണ്. ആ സഹാബിയും സമ്മതിച്ചു, അതന്നെ പറ്റിയത് എന്ന്. തന്റെ പെൺമക്കളെ പറ്റി അവസരം കിട്ടുന്നിടത്തൊക്കെ അവിടുന്ന് പുകഴ്ത്തി. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പുറത്തേക്ക് ചെന്ന് കൈപിടിച്ച് ചുംബനം കൊടുത്ത് തോള് പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് താനിരുന്ന സ്ഥലത്ത്, താനിരുന്ന വിരിപ്പിൽ പ്രിയപ്പെട്ട മോളെ ഇരുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. എത്രമേൽ ബന്ധമായിരുന്നു ഫാത്തിമ ബീവി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഫാത്തിമ ബീവി മരിയാരി തങ്ങളും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടെ എത്തുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട മകളുടെയും മരുമകന്റെയും ഇടയിൽ കയറിയിരിക്കുന്നുണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊന്ന് സങ്കല്പിക്കൂ, മകളും ഭർത്താവും, നമ്മുടെ മകളും മരുമകനും ഇരിക്കുന്ന റൂമിൽ കയറിയിട്ട് അവർ രണ്ടാളും കിടക്കുന്ന ബെഡിന്റെ നടുവിൽ വാപ്പ ഇരിക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ചു. ഫാത്തിമ ബി പറയുന്നുണ്ട്, പിതാവ് മഞ്ഞിൽ നിന്ന് വന്ന കാരണം അവിടുത്തെ ശരീരം തണുത്തിരുന്നു, എന്റെ പിതാവിന്റെ കാല് തട്ടിയിട്ട് എന്റെ കഴുത്തിന് തണുപ്പ് പിടിച്ചു എന്ന്. ആട്ടിയിറക്കി പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവർക്ക് മുമ്പിൽ എങ്ങനെയാണ് പെൺകുട്ടിയെ വളർത്തേണ്ടതെന്ന് കൃത്യമായി മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു.
മതഗ്രന്ഥങ്ങളിൽ സ്ത്രീക്ക് സ്വത്തവകാശം പതിച്ചു നൽകുന്ന ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. ഞാൻ ആ വശത്തേക്ക് കിടക്കില്ല. നമ്മുടെ അരുന്ധതി റോയിയുടെ അമ്മ സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് പെണ്ണുങ്ങൾക്ക് സ്വത്തവകാശം കിട്ടാൻ. കോടതിയാണ് വിധിച്ചത്, ബൈബിളല്ല. കോടതിയാണ് വിധിച്ചത്. 1950 ഹിന്ദു ആക്ട് പുറത്തു വരുന്നതിന്റെ മുമ്പ് ആ മതത്തിലെ സ്ത്രീകളുടെയും അവസ്ഥ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് അനന്തരാവകാശം നൽകി. പലപ്പോഴും പുരുഷനേക്കാൾ ഇരട്ടിയും രണ്ടിരട്ടിയും നൽകി.